എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള PSC ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ആദ്യ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? തിരുവിതാംകൂറിലെ ആദ്യ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ബോർഡിലോൺ. ബോർഡിലോൺ ആണ് തിരുവിതാംകൂറിലെ ആദ്യ ഫോറസ്റ്റ് കൺസർവേറ്റർ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 1980. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആഞ്ഞിലി. ആഞ്ഞിലിയാണ് കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത്. ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏതാണ്? ഭീമൻ പാണ്ട ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, WWF. WWF സംഘടനയുടെ ഔദ്യോഗിക ചിഹ്നമാണ് ഭീമൻ പാണ്ട അഥവാ ജെയിൻറ്റ് പാണ്ട. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, ഭോപ്പാൽ. ഭോപ്പാലിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, തിമിംഗല സ്രാവ്. തിമിംഗല സ്രാവാണ് മീൻ വർഗത്തിലെ ഏറ്റവും വലിയ ജീവി. താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതമില്ലാത്ത സ്ഥലം ഏതാണ്? താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതമില്ലാത്ത സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വയനാട്. വയനാടാണ് താഴെ പറയുന്നവയിൽ കടുവാ സങ്കേതമില്ലാത്ത സ്ഥലം. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ചെങ്കുറിഞ്ഞി. ചെങ്കുറിഞ്ഞിയാണ് താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി, 1986. 1986 കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ചൂലനൂർ. ചൂലനൂരാണ് കേരളത്തിലെ ഏക മയിൽ സങ്കേതം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ഒരു ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കാസർഗോഡ്. കാസർഗോഡാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളില്ലാത്ത ജില്ല. ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ഗിണ്ടി നാഷണൽ പാർക്ക് ഏത് നഗരത്തിന് സമീപമാണ്? ആൻസർ ഓപ്ഷൻ ഡി, ചെന്നൈ. ചെന്നൈ നഗരത്തിന് സമീപമാണ് ഗിണ്ടി നാഷണൽ പാർക്ക്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും കാണപ്പെടുന്നു. സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയാണ് സംസ്ഥാന വന്യജീവി ബോർഡിൻ്റെ ചെയർമാൻ.
കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ കേരള ഫോറസ്റ്റ് ആക്ട് 1961. കേരള ഫോറസ്റ്റ് ആക്ട് 1961 പ്രകാരമാണ് കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത്. എന്താണ് NTFP? എന്താണ് NTFP? ആൻസർ ഓപ്ഷൻ ബി തടിയിതര വനോൽപ്പന്നങ്ങൾ. തടിയിതര വനോൽപ്പന്നങ്ങളാണ് NTFP. പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം ഏതാണ്? പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1992. 1992 പ്രോജക്റ്റ് എലിഫന്റ് ആരംഭിച്ചത്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷയിനം ഏതാണ്? കേരളത്തിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ഒരു വൃക്ഷയിനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ രക്തചന്ദനം. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരൻ്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരൻ്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 51(a)(g). 51(a)(g) ആണ് വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരൻ്റെ അടിസ്ഥാന കടമയാണെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ. അധിനിവേശ സസ്യം അഥവാ ജന്തു വിഭാഗത്തിൽപ്പെടാത്തത് ഏതാണ്? അധിനിവേശ സസ്യം അഥവാ ജന്തു വിഭാഗത്തിൽപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കാട്ടുപന്നി. അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ജൂലൈ 29. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനമായി ആചരിക്കുന്നത്. പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വൃക്ഷത്തിൻ്റെ തടിയാണ്? പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വൃക്ഷത്തിൻ്റെ തടിയാണ്? ആൻസർ ഓപ്ഷൻ ഡി കമ്പകം. കമ്പകം വൃക്ഷത്തിൻ്റെ തടിയാണ് പാലങ്ങൾ, റെയിൽവേ സ്ലീപ്പറുകൾ മുതലായവയുടെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ്. പശ്ചിമഘട്ടം ഒരു ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ സി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ. പശ്ചിമഘട്ടം ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സെൻറ്റർ ആണ്. വംശനാശം സംഭവിച്ചതായി 1 നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്തിവ കേരളത്തിലെ വനമേഖലകളിലും ഉള്ളതായി കണ്ടെത്തിയ ഒരു പക്ഷി ഏതാണ്? വംശനാശം സംഭവിച്ചതായി 1 നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിലും ഉള്ളതായി കണ്ടെത്തിയ ഒരു പക്ഷി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മാക്കാച്ചിക്കാട. മാക്കാച്ചിക്കാടയാണ് വംശനാശം സംഭവിച്ചതായി 1 നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലയിൽ ഉള്ളതായി കണ്ടെത്തിയതും. സൈറ്റ്സ് അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശയിനം ജീവികളെ ഡാഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. സൈറ്റ്സ് അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശയിനം ജീവികളെ ഡാഷ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. ആൻസർ ഓപ്ഷൻ എ പരിവേഷ്. ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായി കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്
ചാമ്പൽ മലയണ്ണാന് സ്വാഭാവികമായി കാണപ്പെടുന്നത്? പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനംവകുപ്പിൻ്റെ മൊബൈൽ ആപ്പ് ഏതാണ്? പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനംവകുപ്പിൻ്റെ മൊബൈൽ ആപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സർപ്പ. ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം ഏതാണ്? ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ശെന്തുരുണി. ശെന്തുരുണിയാണ് ദേശീയോദ്യാനമല്ലാത്ത സംരക്ഷിത പ്രദേശം. IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ എ നോട്ട് ത്രെട്ടൻഡ്. നോട്ട് ത്രെട്ടൻഡ് ആണ് IUCN റെഡ് ലിസ്റ്റിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത്. NTCA എന്നാൽ എന്ത്? NTCA എന്നാൽ എന്ത്? ആൻസർ ഓപ്ഷൻ എ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയാണ് NTCA. വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയെ നിർവചിക്കുന്ന സെഷൻ. വന്യജീവി സംരക്ഷണ നിയമം 1972 വേട്ടയെ നിർവചിക്കുന്ന സെഷൻ. ആൻസർ ഓപ്ഷൻ ബി 2-16. നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് ഏത്? നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി കുമരകം പക്ഷി സങ്കേതം. കുമരകം പക്ഷി സങ്കേതമാണ് നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത്. റിസർവ് വനത്തിൻ്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെഷൻ ഡാഷ് പ്രകാരം ചെയ്യുന്നു. റിസർവ് വനത്തിൻ്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 1961 സെഷൻ ഡാഷ് പ്രകാരം ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ എ സെഷൻ 19. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ 2019 സർവേ റിപ്പോർട്ട് പ്രകാരം ശരിയായവ തിരഞ്ഞെടുക്കുക. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ 2019 സർവേ റിപ്പോർട്ട് പ്രകാരം ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 1-2. 1. ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 21.16% വനാവരണം ആണ്. വനാവരണം കൂടിയിട്ടുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ യഥാക്രമം കർണാടക, ആന്ധ്രാപ്രദേശ്, കേരളം എന്നിവയാണ് ആദ്യ 3 സ്ഥാനത്തുള്ളത്. 1927 ഇന്ത്യൻ വന നിയമം പ്രകാരം ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. 1927 ഇന്ത്യൻ വന നിയമം പ്രകാരം ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി 1 മാത്രം. 1. ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. ജൈവവൈവിധ്യത്തിൻ്റെ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ജൈവവൈവിധ്യത്തിൻ്റെ നാശത്തിന് പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1-3. 1. അന്യദേശ ജീവികളുടെ അധിനിവേശം. 3. സഹവംശനാശം. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതം ഏതാണ്? നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കുറിഞ്ഞിമല. കുറിഞ്ഞിമലയാണ് നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതം. താഴെ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ശരിയായി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ശരിയായി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി 1B
2C 3D 4A. 1. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബീഡിംഗ് കോയമ്പത്തൂർ. 2. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ബാംഗ്ലൂർ. 3. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഭോപ്പാൽ. 4. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഡെറാഡൂൺ. ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ്? ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത് ഏത് നിയമത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി വനസംരക്ഷണ നിയമം. സഹ്യപർവ്വത നിരകളിൽ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവി ഏതാണ്? സഹ്യപർവ്വത നിരകളിൽ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1, 2, 3. 1. സിംഹവാലൻ കുരങ്ങ്. 2. വരയാട്. 3. കരിംകുരങ്ങ്. IUCN ചുവപ്പ് പട്ടിക സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. IUCN ചുവപ്പ് പട്ടിക സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 2, 3. 2. വന്യജീവികളുടെ നിലനിൽപ്പിന് നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവയെ 9 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. മലബാർ സിവെറ്റ് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽപ്പെടുന്ന ജീവിയാണ്. മലബാർ സിവെറ്റ് ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന ഇനത്തിൽപ്പെടുന്ന ജീവിയാണ്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. 2. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. 2019 സൈറ്റ്സ് കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ അപ്പൻഡിക്സ് 1 ഉൾപ്പെടുത്തുവാൻ ഇന്ത്യ ആവശ്യപ്പെട്ട വന്യജീവി ഏതാണ്? 2019 സൈറ്റ്സ് കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ അപ്പൻഡിക്സ് 1 ഉൾപ്പെടുത്തുവാൻ ഇന്ത്യ ആവശ്യപ്പെട്ട വന്യജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നക്ഷത്ര ആമ. ഒരു സസ്യത്തെ 1972 വന്യജീവി നിയമത്തിൻ്റെ പട്ടിക 6 ഉൾപ്പെടുത്തിയാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ഒരു സസ്യത്തെ 1972 വന്യജീവി നിയമത്തിൻ്റെ പട്ടിക 6 ഉൾപ്പെടുത്തിയാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി കൃഷി ചെയ്യണമെങ്കിൽ ലൈസൻസ് ആവശ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ദിനാചരണങ്ങൾ ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ദിനാചരണങ്ങൾ ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 1B 2D 3A 4C. 1. മാർച്ച് 21 അന്താരാഷ്ട്ര വനദിനം. 2. മെയ് 22 അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനം. 3. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവ ദിനം. 4. മാർച്ച് 3 ലോക വന്യജീവി ദിനം. 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ 1 മാത്രം. 1. പാരിസ്ഥിതിക പുനഃസ്ഥാപനം ആയിരുന്നു ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രമേയം. പാരിസ്ഥിതിക പുനഃസ്ഥാപനം ആയിരുന്നു ഈ വർഷത്തെ പ്രധാനപ്പെട്ട പ്രമേയം. താഴെ കൊടുത്തിരിക്കുന്ന സവിശേഷതകൾ ഏത് ജൈവമണ്ഡല റിസർവിനെ കുറിച്ചാണെന്ന് കണ്ടുപിടിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന സവിശേഷതകൾ ഏത് ജൈവമണ്ഡല റിസർവിനെ കുറിച്ചാണെന്ന് കണ്ടുപിടിക്കുക. 1. ഇന്ത്യയിലെ ആദ്യ ജൈവമണ്ഡല റിസർവ്. 2. ഇവ ഉൾപ്പെടുന്ന പ്രദേശം ലോക പൈതൃക പട്ടികയിൽ 2012 യുനെസ്കോ ഉൾപ്പെടുത്തി. 3.
നാഗർഹൊള്ള ദേശീയോദ്യാനം ഇതിൻ്റെ ഭാഗമാണ്. 4. വരയാട്, കരിങ്കുരങ്ങ്, സിംഹവാലൻ കുരങ്ങ് എന്നിവയുടെ ആവാസ വ്യവസ്ഥ ഇതിൽ ഉൾപ്പെടുന്നു. ആൻസർ ഓപ്ഷൻ സി നീലഗിരി. താഴെ കൊടുത്തിരിക്കുന്ന സംരക്ഷിത മേഖലകളിൽ വന്യജീവി സങ്കേതം അല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന സംരക്ഷിത മേഖലകളിൽ വന്യജീവി സങ്കേതം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ 1 സൈലന്റ് വാലി, 2 വയനാട്, 3 മംഗളവനം, 4 കരിമ്പുഴ. ആൻസർ ഓപ്ഷൻ ഡി സൈലന്റ് വാലി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹിർസ്ഥല സംരക്ഷണ രീതിയല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹിർസ്ഥല സംരക്ഷണ രീതിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ദേശീയോദ്യാനങ്ങൾ. പ്രോജക്റ്റ് എലിഫന്റ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ 1 ഈ പദ്ധതി കേന്ദ്ര സർക്കാർ 1973 നടപ്പിലാക്കി തുടങ്ങി. 2 നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവും ഈ പദ്ധതി ഉദ്ദേശലക്ഷ്യങ്ങളിൽ ഒന്നാണ്. 3 കേരളത്തിലുള്ള 4 ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ. ആൻസർ ഓപ്ഷൻ ബി 2, 3. 2 നാട്ടാനകളുടെ ക്ഷേമവും പരിപാലനവും ഈ പദ്ധതി ഉദ്ദേശലക്ഷ്യങ്ങളിൽ ഒന്നാണ്. 3 കേരളത്തിലുള്ള 4 ആന സംരക്ഷണ റിസർവുകളിൽ ഒന്നാണ് നിലമ്പൂർ. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 3. 1 1972 രൂപീകരിച്ചത്. UNEPയുടെ ആസ്ഥാനം കെനിയയിലെ നെയ്റോബിൽ ആണ്. ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ UNEPയുടെ മുഖ്യ കാര്യപരിപാടികളിൽ ഒന്നാണ്.